പ്രേക്ഷകർക്ക് പുതുവത്സരത്തിൽ ഒരു സർപ്രൈസ് ഒരുക്കി നടൻ പൃഥ്വിരാജ്. പ്രേക്ഷകർക്ക് താനൊരു സർപ്രൈസ് നൽകുന്നുണ്ടെന്നും അത് എന്തെന്ന് ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്നും തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ പങ്കുവെക്കുകയായിരുന്നു നടൻ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാധാരണ എല്ലാ വർഷവും ഈ സമയം ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇയർ ഞാനും ഫാമിലിയും ഒരു യാത്രയിൽ ഉണ്ടാകാറാണ് പതിവ്. എല്ലാ വർഷവും ഉള്ളൊരു ഹാബിറ്റാണ് ഒരു ചെറിയൊരു വെക്കേഷൻ എടുക്കുക, ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത്. ഈ വർഷവും യാത്രയിലായിരുന്നു. ആ യാത്രക്കിടയിൽ ഒരു ദിവസത്തേക്ക് ഞാൻ തിരിച്ച് വന്നു ഇന്നലെ. ആ വന്നതിൻ്റെ കാരണം പറയാം, പക്ഷെ അതിനു മുമ്പ് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ലൂസിഫറിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 4 ദിവസത്തെ ഒരു ഷൂട്ട് ബാക്കിയുണ്ട്. അത് ലക്ഷദ്വീപിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അത് ലക്ഷദ്വീപിലേക്ക് പോകേണ്ടിയിരുന്ന സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് അത് ജനുവരി മിഡിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അതൊരു ചെറിയൊരു പാച്ച് വർക്കാണ് 4 ദിവസത്തെ. അത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിയും. പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിക്കുന്നു, ഡബ്ബിംഗ് നടക്കുന്നു. 9 എന്ന സിനിമയുടെ ജോലികൾ ഏതാണ്ട് പൂർണ്ണമായും തീർന്നിരിക്കുന്നു. അതിൻ്റെ ട്രെയിലർ ഉടൻ തന്നെ റിലീസാകും. വിത്തിൻ ഡേയ്സ് 9ന്റെ ട്രെയിലർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 9ന്റെ റിലീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7th ഫെബ്രുവരി വേൾഡ് വൈഡ് ആ സിനിമ റിലീസാകും. പക്ഷെ അതിനൊക്കെ അപ്പുറം മറ്റൊരു സർപ്രൈസ് അനൗൺസ്മെന്റ് ഇന്ന് ഉച്ചയ്ക്ക് നടത്തുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ലൈവ്. അപ്പൊ എന്തുകൊണ്ട് ആ അനൗൺസ്മെന്റ് ഇപ്പൊ ഈ ലൈവിൽ പറഞ്ഞുകൂടാ എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നൊരു സാധാരണഗതിയിൽ നിങ്ങൾ ആരും ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ ഇടവരാത്ത ഒരു അനൗൺസ്മെന്റ് ആയതുകൊണ്ട് കുറച്ച് ഗസ് വർക്കുകളും ഇതായിരിക്കാം എന്നൊക്കെയുള്ളൊരു ഊഹാപോഹങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്കെങ്കിലും അത് നടക്കട്ടെ എന്ന് ആ ഒരു രസം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്ന് മിഡ് ഡേ, ഇന്ന് ഉച്ചയോടുകൂടി എൻ്റെ FB പേജിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. ആ അനൗൺസ്മെന്റ് എന്താണ് എന്നറിയാൻ ഡു സ്റ്റേ ട്യൂൺ ടു ദി FB പേജ്, മൈ ഒഫീഷ്യൽ FB പേജ്. ഞാനിപ്പോൾ എയർപോർട്ടിലാണ്. എൻ്റെ യാത്ര ബ്രേക്ക് ചെയ്ത് ഒരു ദിവസത്തേക്ക് ഞാൻ തിരിച്ച് വന്നത് എന്തിനാണെന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഐ എം ട്രാവലിംഗ് അഗെയിൻ. എൻ്റെ ഒരു ഇയർ എൻഡ്, ഒരു ചെറിയൊരു വെക്കേഷൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി അതിന് ബാക്കിയുണ്ട്. ഇൻ അഡ്വാൻസ് എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു ആൻഡ് ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ്. 2019 എല്ലാവർക്കും സ്നേഹവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു. തുടർന്ന് ഉച്ചയോടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പേട്ടയുടെ വിതരണാവകാശം കേരളത്തിൽ തന്റെ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഏറ്റെടുക്കുന്നതായി ചിത്രത്തിന്റെ പോസ്റ്റർ ഉൾപ്പെടെയുള്ള പോസ്റ്റ് പങ്കുവെക്കുകയായിരുന്നു. കാർത്തിക് സുബ്ബരാജ് എന്ന പുതുമുഖ സംവിധായകൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പേട്ട. ആക്ഷൻ ഡ്രാമ ജോണറിൽ കഥാപരിവം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സിനിമയിൽ സ്റ്റൈൽ മന്നൻ രജനീകാന്തിനൊപ്പം തൃഷ, സിമ്രാൻ എന്നിവരും നായികമാരായി സ്ക്രീനിലെത്തുന്നു. തമിഴ് പുതുമുഖ താരം വിജയ് സേതുപതിയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. വിവേക് ഹർഷൻ ഛായാഗ്രഹണവും അനിരുദ്ധ് രവിചന്ദർ സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. അനിരുദ്ധ് രവിചന്ദർ ചിത്രപ്പെടുത്തിയ മാസ് മരണം എന്ന ചിത്രത്തിലെ ഗാനം യൂട്യൂബിൽ ട്രെൻഡിംഗ് നമ്പർ 1 ആയി ഇടം നേടിയിരുന്നു. സൺ പിക്ചേഴ്സിന് വേണ്ടി കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. മെഗാ മാസ് ത്രില്ലർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിൽ കിടിലം ഗെറ്റപ്പിലാണ് സ്റ്റൈൽ മന്നൻ രജനീകാന്ത് എത്തുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് പുതുവർഷത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.